IBPS ക്ലർക്കിന്റെ എക്സാമിനായി തയ്യാറെടുക്കുന്നവരാണോ? 5 ടിപ്സ് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ഒക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എക്സാം ഓൺലൈൻ ആണെന്ന് അറിയാലോ, 1 hour ആണ് ടോട്ടൽ ഡ്യൂറേഷൻ. എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു സബ്ജക്ട് വരും. ഇംഗ്ലീഷ് ആണെന്നിരിക്കട്ടെ, 30 ക്വസ്റ്റൻസ് 20 മിനിറ്റ്സ് ഇംഗ്ലീഷ് കട്ടാവും. അത് കഴിയുമ്പോൾ മാത്സ് 35 ക്വസ്റ്റൻസ് 20 മിനിറ്റ്സ് കട്ടാവും. റീസണിംഗ് 35 ക്വസ്റ്റൻസ് 20 മിനിറ്റ്സ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ കിട്ടുന്ന 20 മിനിറ്റ്സിൽ ആ പെർട്ടിക്കുലർ സബ്ജക്ട് മാക്സിമം സ്കോർ ചെയ്യാം. ഏത് ഓർഡർ വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റൻ, 30 ക്വസ്റ്റൻ, 20 ക്വസ്റ്റൻ, 4th ക്വസ്റ്റൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ മാർക്ക് ചെയ്ത ആൻസർ വേണമെങ്കിൽ മാറ്റി മാർക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ സബ്ജക്ട് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, സ്ക്രീനിൽ നിന്ന് ക്വസ്റ്റൻ റഫ് പേപ്പറിലോട്ട് നോട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ റഫ് പേപ്പർ സോൾവ് ചെയ്ത് തിരിച്ച് ആൻസർ സ്ക്രീനിലോട്ട് മാർക്ക് ചെയ്യുമ്പോഴും തെറ്റാതെ ശ്രദ്ധിച്ചോണം. ഓരോന്നും കഴിയുമ്പോൾ താഴെ സേവ് ആൻഡ് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. മൂന്നാമത്തെ കാര്യം, സ്ക്രീൻ സ്ക്രോൾ ചെയ്യാനുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് റീസണിംഗിന്റെ ഒക്കെ ലെറ്റർ നമ്പർ സീരീസ് ഉണ്ടല്ലോ, വലിയൊരു ലിസ്റ്റ് തരത്തില്ലേ, അതിന്റെ ചിലപ്പോൾ കുറച്ച് എലിമെന്റ്സ് സ്ക്രീനിന്റെ അപ്പുറത്ത് കാണും. അതുകൊണ്ട് നമ്മുടെ ആൻസർ തെറ്റിപ്പോയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ക്രീൻ സ്ക്രോൾ ചെയ്യാനുണ്ടോ എന്ന് നോക്കണം. നാലാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ്, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യമേ ചെയ്യുക. കാര്യം ഏത് ചെയ്താലും കിട്ടാൻ പോകുന്ന സെയിം 1 മാർക്ക് തന്നെയാണ് അല്ലെ. അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ആൻസർ ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം, എന്ത് ടെക്നിക്കൽ ഇഷ്യൂ വന്നാലും അപ്പൊ തന്നെ ഇൻവിജിലേറ്ററിനെ സമീപിക്കുക.